നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അരുവിക്കരയിലാണ്. ആറ്റിങ്ങൽ മണ്ഡലം പഴയ ചിറയൻകീഴ് വയലാർ രവിയെയും തലേക്കുന്നിൽ ബഷീറിനെയും വിജയിപ്പിച്ച മണ്ഡലം ഒടുവിൽ കൈവിട്ടു പോയ ശേഷം 3 പതിറ്റാണ്ടായി കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത മണ്ഡലം. എം ഹസനും MI ഷാനവാസും അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയിട്ടും CPM ഭദ്രമായി കയ്യിൽ വച്ചിരിക്കുന്ന മണ്ഡലം. ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ നമുക്ക് കേൾക്കാം അരുവിക്കരയിൽ നിന്ന് ഉറക്കെ ഉച്ചത്തിൽ. അനിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇത് ബാലികേറാമലയായി കഴിഞ്ഞോ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും? 3 പതിറ്റാണ്ട് കൊണ്ട് അരുവിക്കരയുടെ ആറ്റിങ്ങൽ വികസനം മൊത്തം പുറകിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് കൃത്യമായും നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 പ്രാവശ്യം മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ശ്രീ സൗമ്യനും പിന്നെ ജനപ്രിയനുമായ ശ്രീ അടൂർ പ്രകാശിനെയാണ്. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിൽ വൻപിച്ച ഭൂരിപക്ഷം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, മന്ത്രിയും MLAയുമായി പേരെടുത്ത കോന്നി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അടൂർ പ്രകാശിനെ ഇറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നമ്മോടൊപ്പം KS സുനിലുണ്ട്. അരുവിക്കര മണ്ഡലം സെക്രട്ടറിയാണ് CPMൻ്റെ. ഇക്കുറി അടൂർ പ്രകാശിനെയാണ് ഇറക്കിയിരിക്കുന്നത്. വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. ആറ്റിങ്ങൽ മണ്ഡലമായാലും ചിറയൻകീഴ് മണ്ഡലമായാലും കഴിഞ്ഞ 30 വർഷക്കാലമായി ഇടതുപക്ഷത്തിൻ്റെ പുന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തൻ്റേതായ ഇടം അടയാളപ്പെടുത്തപ്പെട്ട സമ്പത്ത്. ഇന്ത്യയിൽ എല്ലാ പഞ്ചായത്തുകളിലും ആംബുലൻസ് സംവിധാനമുള്ള ഇന്ത്യയിലെ ഏക ലോകസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഇന്ത്യയിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ നേരെ എതിർവശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഇന്ത്യയിലെ ഏക മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം. അങ്ങനെ മികവുകളുടെയും നേട്ടങ്ങളും എണ്ണി പറഞ്ഞാൽ 1000 ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ധരിച്ചു പറയാനുണ്ട്. സമ്പത്തിൻ്റെ പ്രവർത്തനം, തൻ്റെ 3ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവിന് വേണ്ടി വോട്ട് ചോദിച്ച് സമ്പത്ത് കാലെടുത്തു വച്ച പഴയ ചിറയൻകീഴിൽ ഇതാ തൻ്റെ 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ സമ്പത്ത് മത്സരിക്കുമ്പോൾ 2 കൈയും നീട്ടി ഈ നാട്ടിലെ വോട്ടർമാർ സമ്പത്തിനെ സ്വീകരിക്കുകയാണ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. വികസന വിഷയങ്ങൾ ഉയർത്തി മണ്ഡലത്തിൽ നടത്തിയ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് അക്കമിട്ട് നിരത്തി CPM വോട്ട് ചോദിക്കുന്നു. മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രവചിക്കുന്നു, വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തയായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. എന്താണ് BJPയുടെ പ്രതീക്ഷ ഇവിടെ? ഈ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നമ്മൾ ഒന്ന് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ഈ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ്. ആ മണ്ഡലത്തിൻ്റെ ആ ജംഗ്ഷനിൽ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് കടന്നു പോകേണ്ട സാഹചര്യം പോലെ ഈ മണ്ഡലത്തിനകത്ത് നിലനിൽക്കുകയാണ്. പക്ഷേ അവിടെ യാതൊരു വികസന പ്രവർത്തനം 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിനകത്ത് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ച് ഹൈമാക്സ് ലൈറ്റും കുറച്ച് വെയിറ്റിംഗ് ഷെഡുകളും അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കാണിക്കാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടേണ്ട യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു അവർ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന്. അത് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ 30 വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ചരിത്രമെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതെല്ലാം ത്രിപുരയായിരുന്നാലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളായിരുന്നാലും അവിടെയെല്ലാം അവർ പത്തിമടക്കി പിന്മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തെയും തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. ഈ മണ്ഡലം ഇപ്പോൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷം 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ശക്തനായ ഒരു എതിരാളിയെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എതിരാളികളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശക്തനായ എതിരാളികൾ തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയമെന്ന് പറയുന്നത്. ഈ നരേന്ദ്രമോദി 25 വർഷവും 35 വർഷവും നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഭരിച്ചു എന്നുള്ള ഒരു മുദ്രാവാക്യം മാത്രമാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് രാജ്യത്ത് 5 വർഷക്കാലം BJP ഭരിച്ചപ്പോൾ ആ BJPയുടെ ഭരണ നേട്ടങ്ങളെന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ അടുത്തേക്ക് വരെ എത്തിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 100 നേട്ടങ്ങൾ നിരത്തിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. CPMൻ്റെ ആക്ഷേപം, BJPയുടെ ആക്ഷേപം, ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ആസ്ഥാനത്തെ ഗതാഗത കുരുക്ക് പോലും മാറ്റാൻ കഴിയാതെ എന്ത് വികസനം? ആറ്റിങ്ങൽ ആസ്ഥാനത്തെ ഗതാഗത കുരുക്ക് മാറ്റേണ്ടത് പാർലമെൻറ്റ് അംഗത്തിൻ്റെ കടമയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതിനു താഴെ നിയമസഭയും മുനിസിപ്പാലിറ്റിയും എല്ലാം ഉണ്ട്.
ആറ്റിങ്ങൽ ദേശീയപാതയിൽ ഒരു പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ആവശ്യം വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജനറൽ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം കണ്ടെത്തി അവിടെ പുതിയ ബൈപ്പാസ് ഒരു ഫ്ലൈ ഓവർ പാലം നിർമ്മിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ ചോദിക്കും തെരഞ്ഞെടുപ്പ് വരെ എവിടെയായിരുന്നു എന്ന്. കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ടായിരുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് ആ പ്രവർത്തനങ്ങൾ നിരന്തരം തടസ്സപ്പെടുത്തുകയായിരുന്നു രാഷ്ട്രീയ വിരോധത്തോടെ. എങ്കിലും ഒരു MP-യുടെ തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ ഫ്ലൈ ഓവർ ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പിന്നെ എന്ത് വികസനമെന്നാണ്? വിതുരയിൽ ആരംഭിച്ച ഐസർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ആസ്ഥാനങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ IIT തിരുവിടെ ISROയിലെ VSSUമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്പേസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ വിദ്യാഭ്യാസ ആസ്ഥാനം നമ്മുടെ ഈ നെടുമങ്ങാട് മണ്ഡലത്തിൽ ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 15,000 കുട്ടികൾക്ക് ഒരുമിച്ച് പഠിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കൺവെൻഷൻ സെൻ്ററായിട്ടുള്ള ടെക്നോസിറ്റി ഈ മണ്ഡലത്തിലെ നെടുമങ്ങാട് പഞ്ചായത്തിലെ അണ്ടൂർക്കോണത്താണ് ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നേട്ടങ്ങളുടെയും വികസനങ്ങളുടെയും പട്ടിക എടുത്തു പറയുമ്പോൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളും ആഡംബര സൗകര്യവുമാണ് വികസനം എന്ന് കാണുന്നതല്ല. എണ്ണമിട്ട് പറയുകയാണ്, അക്കമിട്ട് പറയുകയാണ് വികസന പ്രവർത്തനങ്ങൾ CPM നടത്തി. അങ്ങനെ ഒരു MP-യെ മാറ്റിയിട്ട് പുതിയൊരാളെ എന്തിന് പരീക്ഷിക്കണം? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ഒരു ബൈപ്പാസ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. രണ്ടാം ESI ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടപടികൾ ആരംഭിച്ചു തറക്കല്ലിട്ടതാണ് ബഹുമാൻ അടൂർ പ്രകാശ് MLA. അന്ന് മന്ത്രിയായിരുന്നപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ അത് കടലാസിൽ പോലും കാണാനില്ല. അരുവിക്കര മണ്ഡലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ G. കാർത്തികേയൻ മന്ത്രിയായിരുന്നപ്പോൾ സ്പീക്കറായിരുന്നപ്പോൾ 8 കോടി രൂപ വികസനമാണ് ഈ അരുവിക്കര ഈ ഡാം സൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട MP ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കടലാസുകൾ മാത്രം 3 ലക്ഷം രൂപയ്ക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് രൂപീകരിക്കുകയും 1-2 ഹൈമാസ്റ്റ് ലൈറ്റിൽ രൂപീകരിച്ചതുകൊണ്ട് 30 വർഷക്കാലം കൊണ്ട് വികസനത്തിൻ്റെ പേരിലാണെങ്കിൽ വളരെ പുറകോട്ടാണ്. ഈ ആഴ്ച തന്നെ അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോൾ കാട്ടാക്കട താലൂക്കും വരക്കല താലൂക്കും നടപ്പിലാക്കുകയും വികസനം നടത്തുകയും ചെയ്ത് നടപ്പിലാക്കി വികസനം പൂർത്തിയാക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അതുകൊണ്ട് മാത്രം മിക്കവാറും ഈ നമ്മുടെ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് MP ആവുകയും മന്ത്രിയാവുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. CPM അവരുടെ MP-യുടെ നേട്ടങ്ങൾ എണ്ണമിട്ട് നിരത്തുന്നു. കോൺഗ്രസ് ആകട്ടെ അതിലും വലിയ വികസനം കൊണ്ടുവരും എന്ന് അവകാശപ്പെടുന്നു. ഇതിനിടയിൽ BJP സ്ഥാനാർത്ഥി എന്തിൻ്റെ പേരിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് തേടുന്നത്? സാധാരണപ്പെട്ട വീട്ടമ്മമാർക്ക് അടുപ്പിൽ തീ കൊണ്ട് വിറക് കത്തിച്ച് പുകയടിച്ച് ശ്വാസം മുട്ടി അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടമ്മമാർക്ക് നരേന്ദ്രമോദിജി എത്രയോ ലക്ഷക്കണക്കിന് ഗ്യാസ് കണക്ഷൻ സൗജന്യമായി കൊടുത്തു. ആവാസ് യോജന പ്രകാരം പാർപ്പിട സൗകര്യം കൊടുത്തു. തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന പാവങ്ങൾക്ക് എത്രയോ ശതമാനം ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തികം കേരളത്തിന് കൊടുത്തു. അപ്പോൾ ആ വിധത്തിലുള്ള വികസനങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിരത്തിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചോദിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നുകൂടി നമ്മളുടെ ഇടതുപക്ഷം പറയുന്നു നവോത്ഥാന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയെന്ന് പറയുന്നു. ഇവർ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്താണ്? മാറുമറയ്ക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന നവോത്ഥാനം നമുക്ക് മനസ്സിൽ തട്ടിയുള്ള സംവിധാനമാണ് പറയുന്നത്. അവരിപ്പോൾ മാറുമറയ്ക്കാനുള്ള സംവിധാനം മാറുമറയ്ക്കൽ സമരം നടത്തിയെങ്കിൽ ഇപ്പോൾ എന്തേ ഒരു സ്ത്രീ ഏറ്റവും അവരുടെ മൗലികമായിട്ടുള്ള രീതിയിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ആർത്തവം പുറത്തു കാണിക്കുന്നതാണോ? അതാണോ നവോത്ഥാനം? പരസ്യമായി അമ്മയും പെങ്ങന്മാരും കാത്തു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ചുംബന സമരം നടത്തുന്നതാണോ നവോത്ഥാനം? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം നവോത്ഥാനങ്ങൾ! ഡാം ശുചീകരിക്കേണ്ടത് ഇവിടെ രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപി MP ഇവിടെ കൊണ്ടുവന്നു. ഡാമിൻ്റെ പരിസരങ്ങൾ റോയൽ കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തു. ഇവിടെ അരുവിക്കര വാട്ടർ അതോറിറ്റിയിൽ കയറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം എല്ലാവരെയും വിളിച്ചിട്ട് ഇവിടെ നമ്മൾ ഇതിന് ശുചീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എസ്റ്റിമേറ്റ് തയ്യാറായി കൊടുക്കാൻ പറഞ്ഞ ശേഷം ഇവിടുത്തെ പ്രാദേശികമായ പഞ്ചായത്തോ കേരള സർക്കാരോ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. ശ്രീ സുകുമാരൻ CPM-ന്റെ ഏരിയ സെക്രട്ടറിയാണ്. ഹൈമാസ് ലൈറ്റും ഏതാനും കടലാസുകളും ഒരു പാർക്കുമായാൽ വികസനമാകുമോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ആറ്റിങ്ങലിൻ്റെ MP ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്നാണ് പാലിയേറ്റീവ് പ്രവർത്തനം. അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ആ കുട്ടികൾക്ക് പോകുന്നതിന് നേരത്തെ സുനിൽ പറഞ്ഞു, സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് ആവശ്യമായ വാഹനങ്ങൾ എല്ലാ സ്കൂളിലും കിട്ടി. അതുപോലെ എല്ലാ സ്കൂളുകളിലും ചിൽഡ്രൻസ് പാർക്കുകൾ, അതിൻ്റെ കൂടെയാണ് മറ്റ് ഈ പറഞ്ഞ സ്മാർട്ട് ക്ലാസ് റൂം. എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂം, അതിലെല്ലാം കമ്പ്യൂട്ടർ കൊടുക്കുന്നതിന് എല്ലാം ഈ മണ്ഡലത്തിലെ ഒരു സ്കൂളിലും ഇനി കമ്പ്യൂട്ടർ കിട്ടാത്ത സ്കൂളുകളില്ല.
അങ്ങനെ കേരളത്തിലെ മറ്റ് പല നിയോജക മണ്ഡലം പരിശോധിച്ചാൽ ഏറ്റവും നന്നായി ഈ MP കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പൊതുവികസനം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വിലയായാൽ അതുപോലെ അത് കുറയ്ക്കുമെന്ന് പറഞ്ഞു, അതിനൊരു നടപടി സ്വീകരിച്ചില്ല. 2 കോടി ആളുകൾക്ക് പ്രതിവർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അത് കഴിയാൻ പറ്റിയില്ല. അതുപോലെ ഒരു വാഗ്ദാനങ്ങൾ നാണയം ഈ നോട്ട് പിൻവലിച്ചു, അത് ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയ കെടുതി 2 വർഷം 50 ദിവസം തരുമെന്ന് പറഞ്ഞു, അതിൽ നിന്ന് ഇതുവരെ മോചനമായിട്ടില്ല. പ്രതിവർഷം നിങ്ങളുടെ അക്കൗണ്ടിൽ വിദേശത്ത് നിന്ന് ഒരുപാട് കള്ളപ്പണമുണ്ട്, അത് കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ വീതം ഓരോരുത്തരും കൊടുക്കുമെന്ന് പറഞ്ഞു. 5 രൂപ ഞങ്ങൾക്ക് കിട്ടണ്ട, ഈ ചേട്ടന്മാർക്ക് കിട്ടിയെങ്കിൽ അവരൊന്ന് പറയട്ടെ. ഈ 15 ലക്ഷം രൂപ വീതം കിട്ടാവുന്ന അവസ്ഥയുണ്ടാകും എന്നല്ല, തരാമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. അല്ല, BJP അങ്ങനെയല്ല പറഞ്ഞത്. വീടുകളിൽ പോയപ്പോൾ പറഞ്ഞു, അമ്മച്ചി നിങ്ങൾ അവിടെ പോയി ജൻധൻ അക്കൗണ്ട് തുടങ്ങും, 0 ബാലൻസ് അക്കൗണ്ട്, നിങ്ങൾക്ക് എല്ലാം വരുമെന്ന് പറഞ്ഞു. 2000 രൂപ വെച്ച് കൊടുത്തു. അല്ല, അത് 16 രൂപ 65 പൈസ ഒരു കർഷകന് കിട്ടിയാൽ അയാൾ സുഭിക്ഷനായി. ഇവിടെ 1200 രൂപ കർഷക തൊഴിലാളി, വിധവ, വികലാംഗനടക്കം ഇന്ന് 5600 രൂപ ഒരു വീട്ടിൽ ഒരു പെൻഷനർക്ക് കിട്ടുകയാണ്. 2 പേർക്ക് 11,200 രൂപ ഇന്ന് കിട്ടുകയാണ്. ആ സന്തോഷത്തിന്റെ നിറവിലാണ് ആളുകൾ. ഒരു വാഗ്ദാനവും നടപ്പിലാക്കാത്ത വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയ ഒരു പാർട്ടിക്ക് എങ്ങനെ വോട്ട് ചെയ്യും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ? അങ്ങനെ മോഹന വാഗ്ദാനം നൽകിയിട്ടുള്ളതിൽ ഓരോ വാഗ്ദാനങ്ങളും കേന്ദ്ര പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ വ്യക്തി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളും ഉദാഹരണം നേരത്തെ ഇവിടെ പറഞ്ഞു, ഗ്യാസിൻ്റെ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിനുള്ള ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ആർക്കാണ് ദോഷം സംഭവിച്ചിട്ടുള്ളത്? സാധാരണ ജനങ്ങൾക്കാണോ? ഈ കള്ളപ്പണം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതേപോലെ കുത്തക മുതലാളിമാർക്കും അതുപോലുള്ള ആൾക്കാർക്കും ഈ കള്ളപ്പണം ഉണ്ടാക്കി പല സ്ഥലത്ത് ഇന്നും രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം കൈയാളുന്ന ആൾക്കാരെ തന്നെ കള്ളനോട്ടും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് അച്ചടിക്കുന്നുണ്ട്. പലർക്കും അറിയാവുന്നതാണ്, പക്ഷെ ആരും പറയുന്നു. BJPയുടെ ആൾക്കാർ കാശുണ്ടാക്കിയെന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. പലതും ഇങ്ങനെ പലരും പ്രചരിപ്പിക്കും. നോട്ട് നിരോധനം കൊണ്ട് ഒരു സാധാരണക്കാരന് ഒരു നഷ്ടം സംഭവിച്ചില്ല, കള്ളപ്പണക്കാരന്റെ മാത്രമേ പോയെന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, ഈ നോട്ട് നിരോധനം കൊണ്ട് കഷ്ടപ്പെട്ടവരുടെ വോട്ട് വേണ്ട എന്ന് BJPക്ക് പറയാൻ ആർജവുണ്ടോ? അത് പറയാമോ? നോട്ട് നിരോധനം കൊണ്ട് കഷ്ടപ്പെട്ടവരുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ BJP? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോട്ട് നിരോധനം പോലെ ഇത്രയും ധീരമായ ഒരു നടപടി, ഇത്രയും ശക്തനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അല്ലാതെ ഈ രാജ്യത്ത് വേറൊരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ വേറൊരു ഭരണാധികാരിക്കോ ഇന്ന് വരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെടുക്കാൻ കഴിഞ്ഞ ധൈര്യം എന്ന് പറയുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ ഇവർ പറയുമല്ലോ ചേട്ടന്മാരെന്ന്, അതേപോലെ ചേട്ടന്മാരിലൂടെ വളർന്നു വന്ന ഒരു നേതാവായതിൻ്റെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ആ ആർജവം ഉണ്ടായത്. അദ്ദേഹം ആ നോട്ട് നിരോധനം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പാവത്തിനോ അല്ലെങ്കിൽ ഒരു സമ്പന്നനോ അവന്റെ ഒരു രൂപയെങ്കിലും അവന് നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. 1 രൂപ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നോട്ട് നിരോധനം വന്നതിൽ എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ മോഡി എടുത്തോണ്ട് പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല. ശരി, ഞാൻ തിരിച്ചെത്താം. നോട്ട് നിരോധനം മൂലം ഒരു സാധാരണക്കാരന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. സലാം എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? അതുപോലെ വളരെ ധീരനായ ഒരു പ്രധാനമന്ത്രി, അങ്ങനെ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. നോട്ട് നിരോധനം കൊണ്ട് സാധാരണക്കാർക്ക് മാത്രമല്ല ഇവിടുത്തെ ദാരിദ്ര്യവാസികൾക്ക് വരെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള കാലഘട്ടമാണ്. കാരണം ഇവിടെയുള്ള പണം നോട്ട് നിരോധനം വന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ കോടിക്കണക്കിന് സാമ്പത്തികമുള്ളവരെല്ലാം ഇവിടെ നിന്ന് കയറ്റി അയക്കുകയാണ് ചെയ്തത്. അവർ നീരവ് മോഡി ഉൾപ്പെടെ കയറ്റി അയക്കുന്നത് അവർ കള്ളപ്പണം കൊണ്ട് ഈ BJP ജനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ്. എല്ലാം കൊണ്ടും ജനങ്ങളെ വലയ്ക്കുന്ന ഒരു സ്വഭാവമാണ് BJP. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി ഈ രാജ്യത്ത് സാധാരണക്കാരനെ കൊല്ലുന്ന സ്വഭാവത്തിലേക്ക് മാറി, അക്രമത്തിൽ കൂടെ നീങ്ങുന്ന പാർട്ടിയായി ഇടതുപക്ഷ മുന്നണി മാറിക്കഴിഞ്ഞു. റേഷൻ കാർഡ് 4 തരത്തിലാക്കി, സിവിൽ സപ്ലൈസിൽ അരിയില്ല, റേഷൻ കടയിൽ സാധനങ്ങളില്ല, എല്ലാ ദിവസവും വിലക്കയറ്റങ്ങൾ, ബസ് ചാർജ്, ബസ്സുകളില്ല. ഇവിടെ തന്നെ അരുവിക്കര ഡാം സൈറ്റിൽ തന്നെ എത്രയോ വാർഡുകൾ തന്നെ വെള്ളമില്ലാതെ ജനങ്ങൾ നരയിക്കുന്നു. ഇതിനൊരു നടപടിയെടുക്കാൻ പോലും ഈ ഗവൺമെൻറ്റിന് പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഈ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഗവൺമെൻറ് വരണമെന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹമാണ്. അതാണ് എൻ്റെ ആഗ്രഹം. സംസ്ഥാന സർക്കാരും പരാജയം, കേന്ദ്ര സർക്കാരും പരാജയം, അതുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കും? BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാചകവാതകത്തിന് 380 രൂപയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏകദേശം 1000-ഓടടുപ്പിച്ച് 980ഓളം രൂപ പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ച ഗവൺമെൻറ്റാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഇവരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് സഹായമാണ് കൊടുത്തത്? ഇപ്പോൾ ഇവിടെ ഒരാൾ സൂചിപ്പിച്ചല്ലോ, കർഷകർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഒരുപാട് സഹായം.
നമ്മുടെ രാജ്യത്തെ കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ സേവനങ്ങളും സബ്സിഡികളും പിൻവലിച്ച ഗവൺമെൻറ്റല്ലേ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഇവരെന്ത് സഹായമാണ് ചെയ്തത്? നോട്ട് നിരോധനം എന്ന് പറഞ്ഞത് ശ്രീ അരുൺ സൂചിപ്പിച്ചത് കരുത്തനായ പ്രധാനമന്ത്രി പറഞ്ഞു. ആ പ്രധാനമന്ത്രി എടുത്ത നിലപാട് തെറ്റാണെന്ന് ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഉജിത് പട്ടേൽ പറഞ്ഞില്ലേ? ഇവിടെ ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണോ നിങ്ങളുടെ മുഖ്യ ശത്രു? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ശത്രു എന്ന് പറയാൻ മേക്കില്ല. സാധനം കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കേവലം ഇപ്പോൾ സർവേ വരുമ്പോൾ പോലും കേവലം 3 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ശത്രുവായി കാണേണ്ടത്? സർവേ പ്രകാരം നിങ്ങൾക്ക് എത്ര സീറ്റാ? ഞങ്ങൾക്ക് എത്ര സീറ്റ് എന്നുള്ളത് ഇപ്പോൾ സർവേകൾ പുറത്തു വരുന്നത് ഞങ്ങൾക്ക് 3 മുതൽ 4 വരെ സീറ്റുകൾ കിട്ടുമെന്ന് പല സർവേകളും ഞങ്ങളുടെ പറഞ്ഞ സർവേകളുണ്ട്, പല മാധ്യമങ്ങളിലും വന്നതുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് ഇപ്പം ചോദിച്ചതുപോലെ പശ്ചിമ ബംഗാളും ത്രിപുരയും പോലെ അവിടെയൊക്കെ കോൺഗ്രസ് എത്രയോ കാലം, ഞാൻ നേരത്തെ പറഞ്ഞു, പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് CPM-നെ പരാജയപ്പെടുത്താൻ. CPM-നെ പരാജയപ്പെടുത്തണമെങ്കിൽ CPM-ന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവിടെ വിജയം നേടണമെങ്കിൽ അത് BJPക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഇന്ത്യയിൽ തെളിയിച്ചു കഴിഞ്ഞു. ത്രിപുരയിലും ബംഗാളിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന CPM-ന് ഇനി ഇവിടെ ജനം എന്തിന് വോട്ട് ചെയ്യണം? സുമാർ, ത്രിപുരയിൽ പരാജയപ്പെട്ടു. 2 സീറ്റാണുള്ളത് ത്രിപുരയിൽ പാർലമെൻറ്റ്. അത് നേരത്തെ പറഞ്ഞു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഓരോ പ്രദേശം. നമ്മളിപ്പോൾ കർണാടകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. MP-മാരെയും MLA-മാരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാകണം. അതാണ് 2004 BJP പറഞ്ഞു വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തിളങ്ങുന്നു. അന്ന് ഇടതുപക്ഷം അതിനെതിരായി നടത്തിയ പ്രചരണത്തിൽ ഇന്ത്യയിൽ 64 MP-മാർ ഇടതുപക്ഷത്തിനുണ്ടായി. അതുകൊണ്ടാണ് അന്ന് ഈ വർഗീയ ശക്തികൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി നിരുപാധിക പിന്തുണ കോൺഗ്രസിന് കൊടുത്തത്. പക്ഷേ കോൺഗ്രസിന് സഹജമായൊരു സ്വഭാവമുണ്ട്. ഒരിക്കലും തങ്ങളുടെ തെറ്റ് തിരിഞ്ഞു നോക്കാറില്ല. എവിടെ നിന്നെല്ലാം കാശ് കിട്ടുമോ അതെല്ലാം വാങ്ങിയിട്ട് മുച്ചൂടും ഈ നാട് മുടിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിൽ ഗണ്യമായ സംഭാവന കേരളത്തിലെ ജനങ്ങൾ നൽകും. കേരളത്തിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതി അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. നാടൊന്നാകെ ആ വെള്ളപ്പൊക്കത്തിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് സഹായം ചെയ്തു? 600 കോടി. എന്നിട്ട് ഈ BJPയുടെ ചേട്ടന്മാർ പറഞ്ഞത് ഒരു പൈസ ആരും സംഭാവന കൊടുക്കരുത്, കേരളത്തിലേക്ക് കൊടുക്കരുതെന്നാണ്. അപ്പോൾ ഇത് ഇവർക്ക് ആരോടാണ് സ്നേഹം? ഇവർക്ക് ആരോട്? ഈ നാടിനോട് ഒരല്പം പോലും സ്നേഹമില്ല എന്നുള്ളതാണ്. പ്രളയം കൊണ്ട് കേരളം ഇങ്ങനെ വിറങ്ങലിച്ച് നിന്നപ്പോൾ വേണ്ട സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല, സഹായിക്കാമെന്ന് പറഞ്ഞവരെ തടയുകയും കൂടിയല്ലേ BJP ചെയ്തത്? ഇതാണ് ആക്ഷേപം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രളയം ഉണ്ടാക്കിയതാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വിവരം പോലും ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു മന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഒരു ജനങ്ങളെപ്പോലും അറിയിക്കാതെ ഉള്ള ഡാമുകൾ മൊത്തം തുറന്നു വിട്ട് കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവുന്നുള്ള സ്വാഭാവികമല്ലേ? അല്ല, ആ ജനങ്ങളെ പിന്നെയും ശിക്ഷിക്കണോ? അപ്പോൾ ആ ജനങ്ങളെ പിന്നെയും ശിക്ഷിക്കാൻ ജനം ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആ പ്രളയ ദുരിതബാധിത സഹായിച്ചത് സേവാഭാരതി എന്നുള്ള സംഘടനയും നരേന്ദ്രമോദി സർക്കാരും തന്നെയാണ് എല്ലാ സ്ഥലവും സഹായിച്ചത്. അത് പോയിട്ട് ഇപ്പോൾ എല്ലാ ജനങ്ങളും ഒന്നടങ്കം സഹായിച്ചു ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പൈസയുടെ 1 രൂപയുടെ കണക്ക് പോലും കാണിക്കാൻ കഴിയാത്താണ് സർക്കാർ. മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ട് പ്രളയം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അതിന് കിട്ടുന്ന ദുരിതാശ്വാസത്തിൽ ആ ദുരിതാശ്വാസത്തിന് വരുന്ന സാമഗ്രികൾ പിടിച്ചെടുത്തിട്ട് അതിൽ CPM-ന്റെ ലേബൽ ഒട്ടിച്ച് വീണ്ടും വിതരണം ചെയ്യുന്നു. നാട്ടിലെ ബഹുജനങ്ങൾക്കിടയിൽ CPM അതിൻ്റെ കൊടിയുമായി ബക്കറ്റുമായി ബഹുജനങ്ങളുടെ അടുക്കലേക്ക് പോയി. കിട്ടിയ പണം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തി. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ പ്രദേശത്തെയും ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തി അവിടെ പോസ്റ്റ് എഴുതി വെക്കാൻ ഇത്ര രൂപ ജനങ്ങൾ തന്നു, ഇത്ര രൂപ സർക്കാരിനെ ഏൽപ്പിച്ചു. ഇത് തുറന്ന പുസ്തകമല്ലേ? ഇതിനകത്ത് അങ്ങാടിയെ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്ത് കയറുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഫണ്ട് ജനങ്ങൾ കൊടുത്താൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന പ്രസ്ഥാനത്തിലല്ലേ ജനങ്ങൾ കൊടുക്കൂ. അങ്ങനെ കിട്ടിയ പണം സർക്കാരിനെ ഏൽപ്പിച്ചപ്പോൾ ധർമ്മം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, BJP പട്ടിയെ വിട്ട് കടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. തടയാണ് കിട്ടേണ്ട പണം കൂടി. ആരും ഒന്നും കൊടുക്കരുത്, ഇവനെല്ലാം പട്ടിണി കിടന്ന് ചാകണം എന്ന മനോഭാവം ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെ തിരിച്ചുവിടാൻ മോഡി ഇവിടെ വന്ന് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് പ്രളയം കണ്ട് തിരിച്ചുപോയല്ലോ. UAE-യിൽ നിന്ന് കേരളത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണം പോലും ഈ കേരളത്തിന് വാങ്ങാൻ അനുവദിക്കാത്ത ഗവൺമെൻറ്റില്ലേ. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടാണ് മന്ത്രിമാർക്ക് മലയാളി സമൂഹത്തിൽ പണം സമാഹരിക്കാൻ പദ്ധതിയിട്ടത്. അവിടെയും പോകാൻ അനുമതി കൊടുക്കാതെ അവിടെയും തടയുകയായിരുന്നു. ഇതെല്ലാം
കേരളത്തിലെ BJP RSS നേതൃത്വം നടത്തിയ ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയമായ വിരോധത്തിന്റെ ഭാഗമായി കേരളത്തോടെടുക്കുന്ന ചിറ്റമ്മ നയമാണ്. നരേന്ദ്രമോദി ഭയങ്കര ടൂറാണ് വിദേശത്ത് മറ്റുള്ള പ്രധാനമന്ത്രിയെ പോലെയല്ല, പല പ്രധാനമന്ത്രി ഈ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വിദേശ യാത്ര നടത്തിയത് ഈ കോടികൾ തച്ചുമുടിപ്പിച്ചത് നരേന്ദ്രമോദി. അല്ലാതെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. ഒറ്റ ചോദ്യം, 1 മിനിറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിന് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് ജനങ്ങൾ വോട്ട് ചെയ്യണം? അടൂർ പ്രകാശ് വോട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് കോന്നി നിയോജകമണ്ഡലത്തിൽ 5 പ്രാവശ്യം ജയിച്ചു. അവിടെ അധികാരത്തിൽ കയറി റവന്യൂ മന്ത്രിയായിരുന്നപ്പോഴും ഭക്ഷ്യസുരക്ഷ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ നെടുമങ്ങാട് ആറ്റിങ്ങൽ പാർലമെന്റിൽ തന്നെ കാട്ടാക്കടയും വർക്കലയും താലൂക്ക് ഓഫീസുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആറ്റിങ്ങൽ ESI ഹോസ്പിറ്റലിന് വേണ്ടി തറക്കല്ലിട്ടു. അത് ഇതുവരെ അവർ നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് ആ കാരണത്താൽ കോന്നി നിയോജകമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ വികസനം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഈ രാജ്യത്തെ മതേതര ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, എന്തിന് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ സമ്പത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം? പെട്ടെന്നോ. ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി തുടരുന്നതും ഈ ഇന്ത്യക്ക് മാതൃകയായി ഈ മണ്ഡലത്തിന്റെ വികസന തുടർച്ചയുണ്ടാക്കാനും സമ്പത്തിന് ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തണം. ശരി, ഒറ്റ ചോദ്യം. BJPക്ക് ശോഭാ സുരേന്ദ്രന് എന്തിനു വോട്ട് ചെയ്യണം ഈ തെരഞ്ഞെടുപ്പ്? ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്ത് ഇടതുപക്ഷം പറയുന്ന പച്ചക്കള്ളങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ന് ഇടതുപക്ഷത്തിന് ഇല്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് മതനിരപേക്ഷത ഉണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശവും ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരും കൊടുക്കുന്ന അതേ വിഹിതങ്ങൾ നേരിട്ട് സാധാരണക്കാരന്റെ കയ്യിൽ എത്തണമെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലേറ്റണം. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ തുടർച്ച ഉണ്ടാവണമെങ്കിൽ, അതിന്റെ നേട്ടം, അതിന്റെ ഗുണം താഴെത്തട്ടുള്ള ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് ഒരു വോട്ട് എന്ന് അഭ്യർത്ഥിച്ച് BJPയും NDAയും കഴിഞ്ഞ 10 വർഷമായി സമ്പത്ത് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം, പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള പ്രകടനം, മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ചയ്ക്ക് ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാനായി CPM-നും ഇടതുപക്ഷത്തിനും സമ്പത്തിനും വോട്ട് ചെയ്യണം എന്ന ശക്തമായ വാദവുമായി ഇടതുപക്ഷം. അതേസമയം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് മാറ്റി പുതിയ ഗതിവേഗമുണ്ടാക്കാൻ കോന്നി മണ്ഡലത്തിൽ കഴിവ് തെളിയിച്ച അടൂർ പ്രകാശിന് അവസരം നൽകണം എന്ന ആവശ്യവുമായി കോൺഗ്രസ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ച ചൂട് പിടിക്കുന്നതേയുള്ളൂ. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിൽ വിശേഷവുമായി മടങ്ങിയെത്താം. നമസ്കാരം.